2 മണിക്കൂറായിട്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. പി വി അൻവർ ചോദിച്ചത് വലിയ മന്ത്രി പദവിയാണ്. അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഇവിടെ ഞാൻ ഉയർത്തിയ വിഷയങ്ങളല്ലാതെ UDF എന്ത് വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനതയോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഉയർത്തിയ പിണറായിസം, അതിലെ പോലീസ്, അതിലെ ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ. മലയോരം എന്ന വാക്ക് ഇപ്പോൾ മലയോരത്തിന് വേണ്ടി കരയുന്നവർ ആരാണ് ഇതിനു മുമ്പ് ഉച്ചരിച്ചിരുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? ഞാനൊരു പിണറായിയെ താഴെ ഇറക്കാനുള്ള പോരാട്ടം തുടങ്ങിയതാ. എന്തിനാ പിണറായിയെ താഴെ ഇറക്കുന്നത്? പിണറായിസത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു നിലക്കും നീതി ലഭിക്കുന്നില്ല, മാത്രമല്ല നീതി നിഷേധം. ഒരു ജില്ലയെ മൊത്തം ക്രിമിനൽ വരിക്കരിക്കുന്നു. ഈ നാട്ടിൽ കോടാനക്കോടി ഉറുപ്പിക കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചപ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി 10 രൂപ ചെലവാക്കാൻ കഴിഞ്ഞില്ല. 6000 കോടി മുടക്കി തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ ഒരു 2500-3000 കോടി ഉണ്ടെങ്കിൽ ഈ മലയോര മേഖലയിൽ മുഴുവൻ 1 കിലോമീറ്ററിന് 3 കോടി ചെലവഴിച്ച് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് ഈ ജനങ്ങളെ രക്ഷിക്കാം. ഇതിനു വേണ്ടി തുടങ്ങിയ പോരാട്ടം, ആ പോരാട്ടത്തിൽ തന്നെയാണ് ഞാൻ. എന്നെ വിശ്വസിച്ച് എന്നെ വിജയിപ്പിച്ച് അയച്ച ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഒരു നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഇപ്പോൾ കേരളത്തിലെ മലപ്പുറത്തെ മുഴുവനും ക്രിമിനലുകളാണെന്ന് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് കൊടുത്ത വിഷയം ആരാണ് ഇവിടെ ഉന്നയിച്ചത്? UDF ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പി വി അൻവർ അവൻ്റെ ജീവൻ പണയം വെച്ച് ഇവിടെ പോരാട്ടം നടത്തിയ വിഷയമാണ്. അതിലൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തി. ഞാൻ രാവിലെ ഒന്ന് പറയും, ഉച്ചക്കൊന്ന് പറയും, വൈകുന്നേരം എന്ന് പറയും. ഇതാണല്ലോ ഇപ്പോൾ നരേഷൻ. ഞാൻ പറയുന്നതിൻ്റെ ഒക്കെ കാതൽ എന്താണ്? ഈ ജനങ്ങൾക്ക് ഇവിടെ രക്ഷ കിട്ടണം, ഈ പിണറായിസം ഇവിടെ അവസാനിക്കണം, അതിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു വലിയ പിണറായിയെ മാറ്റുമ്പോൾ ഒരു മുക്കാ പിണറായിയെ സ്ഥാപിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടുത്തെ UDFൻ്റെ സ്റ്റേറ്റ് ചെയർമാൻ മുക്കാ പിണറായിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ, UDFൻ്റെ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ വിഷയത്തിൽ എന്നെയും കൂടി കൂട്ടിപ്പിടിച്ച് പോകണമെന്ന് പറയുന്ന സാമുദായിക നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്താ പിണറായിസം? ധിക്കാരം, അഹങ്കാരം, ഒരാൾ പറഞ്ഞതും അനുസരിക്കില്ല, ഒരാളെ വാക്കും കേൾക്കില്ല, ഒരു ജനാധിപത്യവും ഇല്ല. ആ സ്ഥിതിയിൽ UDFനെ കൊണ്ടുപോയി നാളെ UDF അധികാരത്തിൽ വന്നിട്ട് ഇവരാണിത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ അജിത് കുമാറും ഈ സുജിത് ദാസും ഒക്കെ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഈ പോരാട്ടം? എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം? ഈ മലയോര കർഷകരോട് ഇതാണ് നിലപാടെങ്കിൽ എന്തിനീ ഞാനീ നടത്തുന്ന ഈ പോരാട്ടം? എന്തർത്ഥം? അവിടെയാണ് പ്രശ്നം. ഇവിടെ മലയോരം എന്ന വാക്ക് എങ്ങനെയാണ് VD സതീശന് ജാഥ നടത്തിയത്? ഞാനും സംബന്ധിച്ചതാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ, ഞങ്ങൾ നടത്തിയ ചെറിയ പാർട്ടി 10 ആൾ നടത്തിയ ഈ പറയുന്ന അമെൻമെൻറ്റ് ബില്ലിനെതിരെ, ഫോറസ്റ്റ് അമെൻമെൻറ്റിനെതിരെ ആ സമരം കേരളത്തിൽ കത്തിക്കാളി. ഞാൻ ജയിലിലടക്കപ്പെട്ടു. അപ്പോൾ പിന്നെ UDF ഒരു സമരം നടത്തി, അല്ലേ? അതല്ല നടത്തിയത്. അന്ന് ഞങ്ങൾ പറയുന്നു, ഈ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങളൊരു ജാഥ നടത്താൻ പോവുകയാണ്. അന്ന് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു. നടത്തിയോ? അപ്പോൾ എവിടെയാണ് വിഷയം? ഞാൻ ഉയർത്തിയ വിഷയത്തിൻ്റെ പിന്നാലെ വന്ന് പ്രതിപക്ഷ നേതാവ് ഒരു 2 വാക്ക് പറഞ്ഞു പോകുന്നതിലപ്പുറം എവിടെയാണ് ആത്മാർത്ഥത? അവിടെയാണ് എൻ്റെ പ്രശ്നം. ഈ അജിത് കുമാറും സുജിത് ദാസും 1,72,000 ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് ഇല്ലാതാക്കി ഈ ജില്ലയിൽ. ആരെങ്കിലും പറഞ്ഞോ ഇതിൻ്റെ മുമ്പ്? അപ്പോൾ ഒരു സെറ്റിൽമെൻറ്റിന് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്ന സ്ഥാനത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞാൻ ഉയർത്തിയ 2 വിഷയം ഈ നാട്ടിലെ ജനങ്ങളെ വിഷയമാണ്. ഒന്ന് പോലീസും, ഒന്ന് ഫോറസ്റ്റും. ആ പറയുമ്പോൾ എന്തായാലും കുഴപ്പം? എനിക്കൊന്നുമില്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിയെ തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരം നൽകണം. അത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. ഈ ചർച്ചയുടെ ഫലമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇവിടെ ഇതിനെ മാനിക്കുന്ന, ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി കാണുന്ന സാമുദായിക നേതാക്കന്മാരുണ്ട്. അവരാ പറഞ്ഞത്. നിങ്ങളിങ്ങനെ പറഞ്ഞോ? ഇതെൻ്റെ വാക്കല്ല. അപ്പോൾ ഇത് വലിയ ട്രോള്. ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മലയോരം എന്ന വാക്കുച്ചരിക്കാൻ
നിലപാടെടുത്തവർ ഈ പറയുന്ന ചർച്ച ഈ നാട്ടിലുണ്ടാക്കി വന്നത്, ഈ കർഷകരുടെ പ്രശ്നങ്ങൾ വന്നത് ടി.വി. അൻവർ ഇടപെട്ടതിന് ശേഷം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്കൊന്നും വേണ്ട ആ ചെയർമാൻഷിപ്പിൽ നിന്ന്. ഇപ്പം മാറ്റാനല്ല പറഞ്ഞ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റിയാൽ മതി, ഒരു ധൃതിയില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇനി ഇവിടെ UDF-ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെന്താ തെറ്റ്? അത് ജനങ്ങൾ മനസ്സിലാക്കും, നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കും. ഇവിടെ 2 പിണറായിമാർ മത്സരിക്കുന്നു. ഒരു പിണറായിസം ഇവിടെ ഈ നാട് മുഴുവൻ പ്രഭാഷണം നടത്തുന്ന LDF-ൻ്റെ സ്ഥാനാർത്ഥി, പിണറായിക്ക് മറഞ്ഞു നിന്നുകൊണ്ട് പിന്തുണ നൽകുന്ന UDF-ൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനോട് ജയിക്കാൻ കഴിയില്ല, ആവർത്തിച്ച് പറയുന്നു. പിന്നെ ഇവിടെ സ്വരാജിനെ ജയിപ്പിച്ച് വിടണോ? പിണറായിസത്തിന് പിന്തുണ കൊടുക്കണോ? ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കൂലേ? ഇത് ജനങ്ങൾ എന്നോട് പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോഴും നിങ്ങളെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രചരണത്തിൽ എന്താ കാണാത്തത്? ഞാൻ ഈ തീരുമാനമെടുത്തിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായും ഇടത്തരക്കാരുമായ സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇവിടുത്തെ വലിയ എന്താ പറയുക പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുന്ന ഇത്തരമേ ആളുകൾ, കർഷക സംഘടനകൾ, ഇവിടുത്തെ വ്യാപാരികൾ, ഇവിടുത്തെ വഴിയോര കച്ചവടക്കാർ, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവരോട് ഞാൻ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഈ 2-3 ദിവസമായിട്ട്. അതാണ് നിങ്ങൾ എന്നെ തിരഞ്ഞിട്ട് കാണാത്തത്. അവരൊക്കെ പറഞ്ഞത് ഇതാണ്, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെങ്കിൽ അന്വറാക്കാൻ നിങ്ങളുണ്ടാവണം. അവരൊക്കെ പോകും. ഇവിടെ വലിയ വലിയ മന്ത്രിമാരുണ്ട്, വലിയ വലിയ കാറുകൾ വരുന്നുണ്ട്, നേതാക്കന്മാരൊക്കെ വലിയ കാറിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു പോകും. ഇവിടെ കട്ടൻ ചായ കുടിച്ച് അങ്ങാടിയിലിരിക്കാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ അൻവറാക്ക. അതുകൊണ്ട് നിങ്ങളെ കൈവിടരുത്, നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്തോ, ഞങ്ങളെ കൈവിടരുതെന്ന് ഈ പാവങ്ങൾ പറയുമ്പോൾ ഞാനിഞ്ഞ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അവർ തരാമെന്ന് പറഞ്ഞാൽ അതിന് നിൽക്കണോ? ഈ കമ്മ്യൂണിറ്റിയെ എനിക്ക് അഡ്രസ്സ് ചെയ്യണ്ടേ? ഇവർക്ക് വേണ്ടി ആര് സംസാരിക്കും കേരളത്തിലെ നിയമസഭയിൽ? ആരാ സംസാരിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായി? ആളെ പൊട്ടിക്കുന്ന സംസാരമല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അതിലൊരു തർക്കവുമില്ല, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. വന്നവനെ തന്നെ വെട്ടിയല്ലോ ഇപ്പോൾ അല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഒളിച്ചു വന്നെന്ന് പറഞ്ഞു. ഒളിച്ചല്ലല്ലോ രാഹുൽ വന്നത്. രാഹുൽ നല്ല വെളിച്ചത്തിൽ എൻ്റെ കൊലായി നടത്തി. നിങ്ങൾക്കറിയാലോ, കൊലായി കുറേ ദിവസമല്ലോ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. 100 കണക്കിന് ആളുകളാണുള്ള സമയത്താണ് രാഹുൽ വരുന്നത്. അദ്ദേഹം ഒരു സൗഹൃദ സംഭാഷണത്തിനൊന്നും കാണണമെന്ന് ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ട്, വരട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ വാന്ന് പറഞ്ഞു. അവിടെ ആളുണ്ടോ? നമുക്ക് ഒളിഞ്ഞ സ്ഥലത്തുനിന്ന് കാണാം, നമുക്ക് ബാക്കിലേക്ക് പോകാമെന്നും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ രാഹുലിനോട് വിലയിരുത്ത നിലപാടെന്താ? എന്നോട് സതുദ്ദേശത്തിൽ ഈ കാര്യങ്ങൾ സംസാരിച്ച് അവരെ ഞാൻ വെട്ടിലാക്കണോ? അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞവരോട്. കണ്ടമാനം ട്രോള് വരും, ട്രോളിക്കൊണ്ടേ ഇരിക്കല്ലേ. ഇനി ട്രോള് വരട്ടെ. ആരാ ഈ ട്രോളുന്നത്? ഈ നാട്ടിലെ സാധുക്കളുടെ ട്രോളുമില്ല. നിങ്ങളിത് കേരളം മുഴുവല്ലേ ഇതിൻ്റെ പ്രശ്നം? ഈ നാട്ടിൽ പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഈ നാട്ടുകാരനാ. നിങ്ങൾ ഈ അങ്ങാടിയിൽ നിന്ന് ഇറങ്ങി ചോദിക്കുക ഇവിടെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ പറയും, നമ്മളെ സൈഡാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കോർപ്പറേറ്റുകളുടെ പിന്നിൽ നിൽക്കുന്ന, അതിന് സഹായകമായ നിലപാടെടുക്കുന്ന ആളുകളും പറയും. സാധാരണക്കാർ പറയില്ല. എന്താ അൻവറാക്കങ്ങൾ പറഞ്ഞ്? ഇപ്പോൾ ആ കാലിച്ചന്തയിൽ ഞാൻ പോയല്ലോ. ഞാൻ ഇന്നാണ് പബ്ലിക്കായിട്ട് വോട്ട് ചോദിക്കുന്നത് അല്ലേ? ഇവിടുത്തെ വന്ന 2-3 സ്ഥാനാർത്ഥിമാരും എവിടെ പോയത്? ഇവിടുത്തെ പ്രമാണിമാരുടെ വീട്ടിലാണ്. അവിടെ പോകൂ. അദാനിയാണ് കൂട്ടുകാരൻ, പാർട്ട്ണർമാരല്ലേ? പാവപ്പെട്ട പാർട്ടിയുടെ പാർട്ട്ണർമാർ. ആരാ പറയുന്നത്? വാസവൻ മന്ത്രി. എവിടുന്നാ പറയുന്നത്? കേരളത്തിലെ 3.5 കോടികളും ജനങ്ങളും കേൾക്കത്തക്കെ പറഞ്ഞത് ഈ പറയുന്ന നമ്മളെ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ്. അവർക്ക് പിന്നെ മുതലാളിമാരുടെ അടുത്തല്ലേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഈ പാവപ്പെട്ട ആ ഓട്ടോറിക്ഷയിൽ പോകുന്നവരുണ്ടാവും, സ്കൂട്ടറിൽ പോകുന്നവർ, ഈ റോഡരി കൂടെ നടക്കുക, അവരെൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഈ കാലിച്ചന്തയിലല്ലാതെ ഞാൻ എവിടെ പോയിട്ടാണ് വോട്ട് ചെയ്യിക്കേണ്ടത്? അതുകൊണ്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ തന്നെ വരിക. ഈ പിണറായിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്താണ് UDF നേതൃത്വം പോകുന്നെങ്കിൽ, അത് സത്യസന്ധമാണെങ്കിൽ, ഈ പോലീസിൻ്റെയും ഈ മലയോര മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ നിലപാടും സത്യസന്ധതയുമാണെങ്കിൽ മുന്നോട്ട് പോകും. ഇവർ വേറെ എന്ത് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വോട്ട്. എന്താണ് ദുർഭരണം പറഞ്ഞു കൊടുക്കണ്ടേ?
ഓരോന്നോരോന്നായിട്ട്. PV അൻവർ കഴിഞ്ഞ 9 മാസമായി ഉന്നയിച്ച വിഷയങ്ങളല്ലാതെ മറ്റൊരു വിഷയം ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ അവർ? അവിടെയല്ലേ പ്രശ്നം? അത് ഈ ജനങ്ങൾ അറിയില്ലേ, ജനങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഈ കാണുന്ന അങ്ങാടിയിലെ ഈ സ്ഥാനാർത്ഥികൾ സെറ്റ് ചെയ്ത് നിർത്തുന്ന കുറേ ആളുകളുണ്ട്. അവിടെ പോയി നിങ്ങൾ കോല് കാണിക്കുമ്പോൾ അവർ പറയുന്നത് അത് തന്നെ പറയൂ. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. അപ്പോൾ സെറ്റ് ചെയ്ത ആളുകൾ അവരതിന് മറുപടി പറയും, സ്വാഭാവികമല്ലേ? അതിൽ ഞാൻ ഒറ്റ ചോദ്യമാണ്. ഇപ്പം മലപ്പുറത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കണ്ണീരൊഴുക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഇതേ കൂടെ നിങ്ങളോട് എന്താ പറഞ്ഞത്? കോഴിക്കോട് മലപ്പുറം ജില്ല വിഭജിക്കണം. 16 നിയോജക മണ്ഡല ഇവിടെ. വയനാട്ടിൽ 3 എണ്ണമാണ്, ഇടുക്കിയിൽ ഈ പറയുന്ന 5 എണ്ണമാണ്, പത്തനംതിട്ടയിൽ 5 എണ്ണമാണ്. ഈ 3 ജില്ലയിൽ കൂടിയാൽ 13 മണ്ഡലമാണ് ഉള്ളത്. ഈ പറയുന്ന ഈ 3 ജില്ലകൾ കൂടിയാൽ മലപ്പുറത്തിൻ്റെ 1/3 3 4 ജില്ലയാക്കണം ആ കണക്കിന്. ഇവിടെ അവിടെയൊക്കെ കളക്ടർമാർ വരും, റവന്യൂ ഹോസ്പിറ്റൽ വരും, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വരും, മെഡിക്കൽ കോളേജ് വരും. അതുകൊണ്ടാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയെ വിഭജിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള തിരുവമ്പാടി, അത് കഴിഞ്ഞിട്ടുള്ള ഏറനാട്, നിലമ്പൂർ, മലപ്പുറത്തെ, അത് കഴിഞ്ഞ് നിലമ്പൂർ, അത് കഴിഞ്ഞ് വണ്ടൂർ, അത് കഴിഞ്ഞ് പെരിന്തൽമണ്ണ, ഈ 5 മണ്ഡലങ്ങളും മലയോരാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് കൂടി പെരിന്തൽമണ്ണയിൽ തിരിച്ചു വരുമ്പോൾ മഞ്ചേരി, അത് കഴിഞ്ഞ് കൊണ്ടോട്ടി, ഈ 7 മണ്ഡലങ്ങൾ ചേർത്ത് മഞ്ചേരി ഹെഡ് ക്വാർട്ടേഴ്സാക്കി. മഞ്ചേരി ഒരു മലയോര ജില്ല ഞങ്ങൾക്ക് വേണം. തരാൻ തയ്യാറുണ്ടോ അവർ? CPM തയ്യാറാണോ? ഈ ഗവൺമെൻറ്റിന് തയ്യാറുണ്ടോ? മലപ്പുറത്ത് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ UDF തയ്യാറുണ്ടോ? പറയാൻ തയ്യാറുണ്ടോ? ഈ കുട്ടികൾക്കിവിടെ പഠിക്കാൻ കഴിയുന്നില്ല. 11ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഡ്മിഷനില്ല, മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരില്ല, സൗകര്യങ്ങളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഗവൺമെൻറ് കോളേജില്ല. ഒരപേക്ഷ കലക്ടർക്ക് കൊടുത്താൽ 60 ലക്ഷം ജനങ്ങളിൽ നിന്ന് വരുന്ന അപേക്ഷ സ്വീകരിക്കേണ്ട ആളാണ് കലക്ടർ. 6 മാസം കഴിയും തീരുമാനം എടുക്കാൻ. വയനാട്ടിലൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ 3ാമത്തെ ആഴ്ച തീരുമാനമാകും. അപ്പോൾ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നില്ലേ? കോവിഡ് കാലം മറ്റേ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നല്ലോ. എന്ത് ഇഞ്ചക്ഷൻ ആയിരുന്നു കോവിഡിൻ്റെ? വാക്സിനേഷൻ. എന്തായിരുന്നു സ്ഥിതി? ഇവിടെ മരുന്ന് കിട്ടിയിരുന്നു ആദ്യം. എല്ലാ ജില്ലകളും 14 ജില്ലയെ തിരിച്ച് വന്ന ഈ വാക്സിനേഷൻ മരുന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ 3 നിയോജക മണ്ഡലത്തിൽ വയനാടിന് കൊടുത്തു, നമുക്ക് തന്നതും ഒരേ അളവ് ഒരു ജില്ലക്ക് കൊടുത്താ. അന്ന് ഈ പ്രശ്നം ഞാൻ ഈ പാർട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഇത് അനീതിയാണ്, ഇതിനൊരു തീരുമാനമുണ്ടാക്കണം, ജില്ലയെ വിഭജിക്കണം. ഞാനന്ന് പത്രസമ്മേളനം നടത്തി. ഈ കോവിഡ് വന്ന സമയത്ത് മലപ്പുറത്ത് അന്നത്തെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ടീച്ചർ മലപ്പുറത്ത് കലക്ട്രേറ്റിൽ വിളിച്ചു ചെയ്ത MLA-മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. ഇത് അനീതിയാണ്. അന്ന് എനിക്ക് വിളി വന്നു തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ. എന്താ പറഞ്ഞറിയാം നിങ്ങൾ? ജില്ലാ വിഭജനം നമ്മുടെ ആശയമല്ല. ജില്ലാ വിഭജനത്തിൽ ആ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നേതാവേ, സഖാവേ, ഇത് അനീതിയല്ലേ? അപ്പോൾ പറഞ്ഞ മറുപടി എന്താ അറിയാം നിങ്ങൾ? ആ ജില്ല വിഭജിക്കപ്പെട്ടാൽ ആ 2 ജില്ലയും മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തായി മാറും. മുസ്ലിം ലീഗിന് 2 ജില്ലാ പഞ്ചായത്തുകൾ ലഭ്യമാകും. ഈ 2 ജില്ലയും മുസ്ലിം ലീഗിൻ്റെ കയ്യിലാകും. അതുകൊണ്ട് സഖാവേ, ആ ആശയം നിങ്ങൾ ഉന്നയിക്കരുത്, പബ്ലിക്കായി പറയരുത്. എന്നറിയാം നിങ്ങൾക്ക്? കോവിഡ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മലപ്പുറത്തെ കലക്ട്രേറ്റിൽ ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറഞ്ഞതാ. ആ ജനമാണ് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല. ഈ പറയുന്ന തിരുവനന്തപുരത്തും മറ്റ് സ്ഥലങ്ങളിലും 15ഉം 18ഉം കുട്ടികൾ പഠിക്കുമ്പം മലപ്പുറത്ത് അഡീഷണൽ സീറ്റ് ബാച്ചല്ല. എന്നിട്ട് മൈക്ക് വെച്ചിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുക. ഇത് അനീതിയല്ല എന്ന് പറയാൻ പറ്റുമോ? തയ്യാറുണ്ടോ മലപ്പുറത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ UDF-ഉം LDF-ഉം ഈ വിഷയം ഏറ്റെടുക്കുമോ? ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 23-ാം തീയതി കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. അതിൽ ഈ പറയുന്ന എല്ലാ ജനങ്ങൾക്കും ആശ്വാസകരമാണ്. ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കും. ആ സമരത്തെ പിന്തുണക്കുമോ ഇവർ? ഞാനെന്താ മറുപടി പറയാത്തത്? നിങ്ങൾ അതൊന്നും ചോദിക്കുന്നു. നിങ്ങൾ കുറേ ചോദ്യം ചോദിച്ചല്ലോ. PV അൻവർ ഇങ്ങനെ പറയുന്നു, ജില്ല വിഭജിക്കണം, കോഴിക്കോട് മലപ്പുറം ജില്ല.
ഈ KPCC പ്രസിഡൻറ്റും ഈ സ്ഥാനാർത്ഥിയും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ടല്ലോ, മറ്റന്നാൾ മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ. ചോദിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? 3 ദിവസം മുഖ്യമന്ത്രി ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട്. ഈ മലപ്പുറം ജില്ലയിലെ കണ്ണീരൊപ്പാൻ ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മലയോര ജില്ല ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയാൻ ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിയോട്? എന്താ എൻ്റെ പിന്നാലെ കൂടുന്നത് നിങ്ങൾ? എന്താ എൻ്റെ മാത്രം പിന്നാലെ കൂടുന്നത്? അവിടെയല്ലേ ഇതിൻ്റെ വിഷയം? കഴിഞ്ഞെങ്കിൽ അവസാനിപ്പിക്കാം നമുക്ക്. പ്രധാന വിഷയം ഈ മലയോരം തന്നെയാണ് പ്രശ്നം. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായിസം തന്നെയാണ് വിഷയം. ഈ വിഷയങ്ങൾ ഒരു പരിധിവരെ മനുഷ്യർക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ ഇവിടെ പുതിയ ജില്ല വരണം, പുതിയ കലക്ട്രേറ്റ് വരണം, മഞ്ചേരിക്ക് പുതിയ ആശുപത്രി വരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം, റവന്യൂ ജില്ല ഡിവൈഡ് ചെയ്യണം. വലിയ വലിയ വില്ലേജുകളാണ്. ഒരു തലക്കെന്ന് മറ്റേ തലക്കൊക്കെ ഓടിയെത്താൻ വില്ലേജ് ഓഫീസർമാർക്ക് കഴിയുന്നില്ല. അവിടെയും അപേക്ഷ കൊടുത്താൽ ഇതാണ് സ്ഥിതി. ഈ പറയുന്ന വില്ലേജ് ഓഫീസുകൾ വിഭജിക്കണം, താലൂക്ക് വിഭജിക്കണം, ജനങ്ങൾക്ക് ആശ്വാസം നൽകണം. കേരളത്തിലെ മറ്റു ജില്ലകൾക്ക് കിട്ടുന്ന അവകാശം മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഈ മലയോര ജനതക്കും കിട്ടണം. ആ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന മൂന്നാമത്തെ പ്രശ്നം പിണറായിസും മലയോരം കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഷയമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ മലയോര ജില്ല തന്നെയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, അതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കറിയാം. വിതിൻ 1 hour we will understand. നമുക്ക് നിർത്താം. കഴിഞ്ഞില്ലേ? അല്ല, അപ്പോൾ മറ്റൊരു പിണറായിനെ കയറ്റി വെക്കാൻ കഴിയില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. മുക്കാ പിണറായിനെ ഏറ്റണോ ഞാൻ? ഈ അജിത് കുമാറും സുജിത് ദാസിനെയും വീണ്ടും കേരളത്തിലെ ജനങ്ങൾ സഹിക്കണോ? അദ്ദേഹം നയിച്ചാൽ കയറൂല, ഒരു തർക്കവുമില്ല. അത് ബോധ്യപ്പെട്ടത് കേരളത്തിലെ ജനങ്ങൾക്കും UDFന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പറയാൻ പ്രയാസം ഉണ്ടാവും. ഓക്കെ, നമുക്ക് 23-ാം തീയതി ജനങ്ങൾ ചർച്ച ചെയ്യും. അപ്പം നോക്കാം. നമുക്ക് ജനങ്ങളിലേക്ക് വിടുകയാണ്, പബ്ലിക്കിലേക്ക്. ജനങ്ങളാണ് കോടതി. ജനം കഴുതയാണല്ലേ? ജനങ്ങളെ അടിമകളാക്കും ഞങ്ങൾ. അതാണ് അവരുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിനെതിരെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാ മുന്നണിക്കാർക്കും ജനങ്ങളൊരു തിരിച്ചറിവുണ്ടാക്കാനുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇവിടെ ഉണ്ടാവും. അത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ജനങ്ങളിലാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വേറെ തർക്കമൊന്നുമില്ല. UDF പ്രവേശനം ഇവിടെ ഉന്നയിച്ച വിഷയങ്ങളാണല്ലോ. 23-ാം തീയതി കഴിഞ്ഞാൽ ഈ പറയുന്ന VD സതീശൻ കുറ്റിയിട്ട ഡോറുണ്ടല്ലോ, അത് UDF പ്രവർത്തകരെയും കൂട്ടിയിട്ട് ഒന്ന് ഉന്തിത്തള്ളി തുറക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നു. അത്രേ ഉള്ളൂ. അതിൽ അതിലൊരു തർക്കമില്ല. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമോ, മുക്കാ പിണറായി ഇരിക്കുമ്പോൾ PV Anwar ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ബോധ്യപ്പെട്ടോണ്ടാ. അതിനില്ല. ആ വാതിലൊന്ന് തുറക്കാൻ പറ്റുമോ അദ്ദേഹം ഇല്ലാതെ എന്ന്. അപ്പം ജനങ്ങൾ UDFകാർ നോക്കട്ടെ എന്ന്. ആ പ്രവർത്തകരുണ്ടല്ലോ എൻ്റെ കൂടെ, ഇഷ്ടം പോലെ ഉണ്ട്.